അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാലെടുത്ത് പുറത്തിടല്ലേ മനുഷ്യനടുത്ത് ഉറങ്ങണ്ടേ. ഒരു മിമിക്രി ക്യാമ്പാണ്. 15 ദിവസത്തെ ക്യാമ്പെന്നും പറഞ്ഞ് ഇവിടെ ഒന്ന് കിടക്കാൻ തുടങ്ങി. ദിവസം 7 സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഒരു എഴുതി വെച്ചിട്ട് നമ്മളൊക്കെ ചിരിക്കുന്നു. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ഒന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെ ഉണ്ടാവും? ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിൽ നല്ല ആഹാരം വേണം. ഈ ക്യാമ്പിൽ നല്ല ആഹാരം ഉണ്ട്. ആഹാരമില്ല, പിന്നെ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ഉണ്ടാവണം? നമ്മളായിട്ട് ഒന്നിനും ഒരു കുറവ് വരുത്തിയെന്ന് വേണ്ട. രാവിലെ കഴിച്ച് കുളിച്ചൊന്ന് റെഡി ആയിക്കാം. മോലാളിക്കൊന്ന് സന്തോഷമാവട്ടെ. എടാ അത് നിനക്ക്, എനിക്കത് ബ്ലാങ്കറ്റാ. ബ്ലാങ്കറ്റ് ഞാൻ എന്റെ സ്വഭാവം മാറ്റിക്കല്ലേ. എടാ ഒരു മനുഷ്യന്റെ ഒരു ദിവസം തുടങ്ങണം എങ്ങനെയെന്ന് അറിയാമോ? നല്ലൊരു ഗുഡ് മോർണിംഗ്, അല്ലെ നല്ലൊരു പാട്ട്, അല്ലെ നല്ലൊരു ചിരി. നിന്റെ ഈ ബഹളം കാരണം എനിക്ക് നേരെ ഉറങ്ങാൻ പറ്റില്ല, അറിയാമോ? എന്റെ ഇന്നത്തെ ദിവസം നശിപ്പിച്ചു നീയാ. ഞാൻ എന്തോ നശിപ്പിച്ച്? എടാ ഒരു കിടുക്കാച്ചി സ്വപ്നം കണ്ട് ഫ്ലോ ആയിട്ട് വന്നതും നീ എന്നെ ഏൽപ്പിച്ച ആ ഫ്ലോ അങ്ങ് മുറിച്ചു കളഞ്ഞത്. ഓ ഭയങ്കര സ്വപ്നം തന്നെ. എടാ നമ്മൾ ഈ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബലിക്കില്ലോ? മറ്റുള്ളവരോട് പറഞ്ഞാൽ ഇത് ഫലിക്കൂല, പറയാതിരുന്നത് ഫലിക്കും. എന്നാലും ഞാൻ പറയട്ടെ? വേണ്ട, അത് ഫലിക്കൂല. നീ നിന്റെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അല്ലെ ഞാൻ പറയട്ടെ, എടാ എനിക്ക് നിന്റെ അടുത്ത് വല്ലതും മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? പറഞ്ഞ അത് ഫലിക്കൂല. എന്താണ് നിന്റെ മനസ്സിരിക്കട്ട്? അല്ലാതെ ഞാൻ പറയാതെ ഇത് കേട്ടാട്ടല്ലോ നീ കൊതിക്കും. നല്ല കിണ്ണം കാച്ചി സ്വപ്ന. എന്താന്ന് വെച്ചാ പറയാൻ പറയട്ടെ? എന്താ അളിയാ, ഈ മാസം നമുക്ക് 2 പരിപാടി ബുക്ക് ചെയ്യണം. അറിഞ്ഞ് ഞാൻ കയറ്റി തരിഞ്ഞേ. എന്റെ അടുത്ത് ആരാ എന്റെ അടുത്ത് പറയാൻ പറഞ്ഞ? സ്വപ്നം പുറത്തു പറഞ്ഞാൽ ഫലിക്കോ? ആ 2 പരിപാടി ക്യാൻസൽ ആയില്ലേ? നഷ്ടപരിഹാരം കൊടുക്കണം നമ്മുടെ മുതലാളിക്ക്. ദൈവമേ, അടുത്ത 2 പരിപാടിയുടെ കാശ് തീർന്നു. എന്താണെങ്കിലും ശരി തന്നെ, അടുത്ത മാസം ഞാൻ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. എവിടെ? സ്വന്തം നാട്ടില്. പിന്നെ 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ കമ്മറ്റിക്കാര് പറഞ്ഞു 3 ലക്ഷം രൂപയ്ക്ക് ഒരു പരിപാടി തരുന്നുണ്ട്, ചെയ്തോളാം. അപ്പൊ നമ്മളില്ലായിരിക്കും. എന്തോ പരിപാടി? പിന്നെ മെയിൻ ആർട്ടിസ്റ്റുകൾ വേണമെന്നാ പറഞ്ഞത്. അതായത് ബിജുക്കുട്ടൻ ചേട്ടൻ. മെയിനായിട്ട് ബിജുക്കുട്ടൻ ചേട്ടൻ വേണം. എത്ര കൊടുക്കേണ്ടി വരും പുള്ളിക്ക്? ബിജുക്കുട്ടൻ ചേട്ടൻ 5 പൈസ കൊടുക്കണ്ട. പൈസ കൊടുക്കാതെ പുള്ളി ചുമ്മാ ഒന്ന് ചെയ്തിട്ട് പോകും. അല്ലടാ, പിന്നെ പുള്ളി വരാൻ നേരത്തെ പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സ്റ്റേജിലേക്ക് വന്ന ആ സംഭവമില്ലേ, അത് നല്ല ക്ലിയർ ആയിട്ട് സ്ലോ മോഷനിൽ ഒരു വീഡിയോ എടുത്ത് റീൽ ഇടാൻ കൊടുത്താ പാപ്പിയാ പുള്ളിക്ക് 5 പൈസ കൊടുക്കണം. അതെ, എന്നാലും പൈസ കൊടുക്കണമല്ലോ, ചെറിയ എമൗണ്ടിൽ കൊടുക്കണ്ടേ? 1 ലക്ഷം കൊടുക്കാം. ഒന്ന് കൊടുത്താൽ മുതലാവൂ. എന്താ 75 പിടി, 25 നമ്മളെ. ഓക്കെ 75. ഓക്കെ പ്രചോദേട്ടൻ വേണ്ടേ? അയ്യോ പുള്ളിനെ പിടിക്കണ്ട. ഞാൻ അടിക്കാൻ വെച്ചേക്കണേ പുള്ളി എടുത്ത് അടിക്കുന്നു. പുള്ളി അടിക്കൂ? അത് നീ വിട്. അതല്ല, ഞാൻ ബാബു തമ്പി കൂടി അടിക്കാൻ വെച്ചേക്കാ. പുള്ളി അതിന് മുമ്പ് കേറിയത് അടിക്കും. നിനക്ക് മറ്റേത് അടിച്ചൂടെ? ഏത്? FM വർഗീസ്. FM വർഗീസാ? മറ്റേ അടിച്ചതാരാണ്? അത് NF വർഗീസ്. അതടിക്കാം. അപ്പം അവർക്ക് എത്ര കൊടുക്കേണ്ടി വരും പ്രചോദേട്ടൻ? ഒന്നുകൂടെ നീ ഒന്നിക്കിടന്ന് പിടിക്കല്ലേ? 75 പിടി. അപ്പൊ 1.5. 50,000 വാട്ട് സൗണ്ട് ലൈറ്റും LED വേണം. ഓക്കെ, അപ്പോ ഒന്ന് അതെന്നായേ? ബാംഗ്ലൂരിൽ നിന്ന് ഡാൻസേഴ്സ് നടക്കുന്നു വിത്ത് ആക്രോബാറ്റിക്. 12 പീസ് ഓർക്കസ്ട്ര, 2 സിംഗേഴ്സ്. 3 ലക്ഷം. പിന്നെ നമുക്ക് വേണ്ട പേയ്മെന്റ് നമ്മൾ കൂടിയില്ലല്ലേ? ഇല്ലെന്നേ. നമ്മളൊരു 15 പിടി 30 2 പേർ കൂടെ എല്ലാം കൂടി 4.5. 4 എത്ര രൂപ പരിപാടി പിടിച്ച? 3 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ നീ പിന്നെ ഞാൻ കൊടുക്കും. ഞാൻ പിടിച്ച പരിപാടിയില്ലേ, ഞാൻ പലിശക്ക് എടുത്ത് കൊടുക്കും. എനിക്ക് പരിപാടി ഉണ്ടാവില്ല. നമ്മുടെ സമിതിക്ക് നല്ലൊരു പേര് വേണോളിയാ. പേര് വേണം. നല്ലൊരു സമിതിക്ക് ഒരു പേര് വേണം. സംഭവം എന്ന് വെച്ചാൽ ഈ പുള്ളി ഈ അമ്പലത്തിലൊക്കെ ഭയങ്കര വഴിപാടൊക്കെ ഇട്ട് നടക്കണ മുതലാളിയല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പേര്, റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേര് വേണം. ഒരു കാര്യം കിട്ടുന്നൊരു പേരുണ്ട്, ശ്രീ രാജരാജേശ്വരി കോമഡി സംഘം. അച്ചപ്പകളെ ആരെങ്കിലും ഇങ്ങനെ പേരിട്ട് വിളിക്കണം. വേറൊരു പേര് പറ. കൊച്ചിൻ വേലായുധൻ. അങ്ങനെ ഒരു സമിതി ഉണ്ടല്ലോ അവിടെ, കൊച്ചിൻ കലാഭവൻ. അപ്പൊ ഇതാ ഇത് കൊച്ചിൻ വേലായുധൻ. അടിച്ചടിച്ചിരിക്കുന്നു. പിന്നെ അടിച്ചടിച്ചിരിക്കും, കലാഭവനായിട്ട് അടിച്ചടിച്ചു. അവർക്കൊരു വെല്ലുവിളിയായിരിക്കും. അടിപൊളിയായിരിക്കും. ഇനി പരിപാടിക്ക് ഒരു പേര് വേണം. പരിപാടിക്ക് ഒന്ന് ചിരിക്കാം 1 മണിക്കൂർ. അത് കഴിഞ്ഞ ബാക്കി കരച്ചിലായിരിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ ഈ പരിപാടിക്ക് പേരിട്ട് കരച്ചിലെന്ന് പറഞ്ഞാൽ ആൾക്കാർ തെറി വിളിക്കാൻ വിട്ട് നമ്മളെ ഭാഗ്യം. അടുത്ത് പിടിച്ചോ. മതിയോ മതിയോ? അത് തന്നെ കമ്പറ്റിക്കാരൻ പറഞ്ഞത്. മതിയേ ഇനി വെക്കണ്ട. അതും വേണ്ട, വേറെ അറിയാ നീ ജയന്റെ ഫിഗർ ചെയ്യണല്ലേ? അതെ. അതായത് നിന്റെ ഒരു വലിയ ഫിഗർ ഇങ്ങനെ നിൽക്കും, അടിയിൽ ടൈറ്റിൽ ഇങ്ങനെ 3D ഫോണ്ടില് കോമഡി ചുക്കാച്ച. അങ്ങനെയൊക്കെ പേരിടൂ. എടാ നിനക്കൊരു ആഗ്രഹം നീ പറഞ്ഞ എന്റെ അടുത്ത് ഓർമ്മേണ്ട. നിനക്ക് ഈ പരിപാടികൾക്ക് കിട്ടുന്ന പൈസ ഒരു കാർ എടുക്കണമെന്ന് എന്തുകൊണ്ടാ കിട്ടാത്തെന്ന് അറിയാം? ഇതുപോലത്തെ ചീഞ്ഞ പേരിടണോണ്ടാണ്. നീ വേറൊരു പേര് പറയാൻ കൊണ്ട്. എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന പേര് പറയാം. മുടക്കണ കാശിനെ കിടക്കണ പരിപാടി. കിടക്കില്ലെങ്കിലാ കിടക്കണ കിടപ്പ് കണ്ടോ എന്ന് നാട്ടുകാർ പറയും. അതോടെ നീ ഈ ഇത്തവണ കുടിയും ചെയ്യുന്നാരാ? അത് എല്ലാ തവണ ഞാൻ തന്നെ ചെയ്യും. എന്നാ നീ ചെയ്യണ്ട. കഴിഞ്ഞ വർഷം നീ കുടിയും ചെയ്ത് നീ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഒരു പോക്കങ്ങ് പോയി. എന്നിട്ട് നീ എവിടെയാ പോയത്? അമ്പലപ്പുറം മൊത്തം ഞാൻ അന്വേഷിച്ചിരുന്നില്ല, നിന്നെ കണ്ടില്ല.
നീ എവിടെ പോയി കിടന്നു? എങ്ങനെ കാണും? ഞാൻ കുടിയന്റെ മാനർസം പഠിച്ചത് എങ്ങനെ ചെന്നപ്പോ ഒരു ഒറിജിനൽ കുടിയ വന്നേച്ച് നാളെ സ്കൂളിൽ പോയിട്ട് ചെറുക്കൻ ഇവിടെ കിടന്ന് കറങ്ങുവാണോ ഒക്കത്തെടുത്ത് വെച്ചിട്ട് ഒറ്റ പോക്ക്. എടാവേ ഈ പുള്ളിയുടെ കെട്ട് വിട്ടപ്പോഴാ എന്നെ വിട്ടേന്ന്. അതാ മുതലാളിയുടെ ഫോൺ പറഞ്ഞേട്ടാ. ഹലോ 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 മുതലാളി, ക്യാമ്പ് എങ്ങനെ പോണ്? ക്യാമ്പ് കുഴപ്പമില്ലാതെ പോണ. സ്ക്രിപ്റ്റ് എന്തായി? സ്ക്രിപ്റ്റ് ഞങ്ങൾ 1-ാം തീയതി ഇവിടെ വന്ന് റൂം എടുത്തു. റൂം എടുത്ത് ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വെള്ള പേപ്പർ എടുത്ത് അമ്മേ നാരായണ എഴുതി വെച്ചു. ഓ അടിപൊളി. വൈകുന്നേരമായിട്ടും സ്ക്രിപ്റ്റ് ഒന്നും നീയില്ല. കുഴപ്പമില്ല. പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ എഴുതി രാവിലെ കുളിച്ചു, അമ്മേ നാരായണ മാറ്റി ഓം ശാന്തി എഴുതി വെച്ചു. അങ്ങോട്ട് നീങ്ങുന്നില്ല. 3-ാം തീയതി നമ്മൾ ഇതുപോലെ വേറൊരു സാധനം പിടിച്ചു വെച്ചിട്ടുണ്ട്. ആണെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. എന്റെ ദൈവമേ, ടെൻഷൻ അടിക്കണ്ട. സ്കിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. 2 സ്കിറ്റ് നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. 2 സ്കിറ്റ് കളിക്കാനുള്ള സ്കിറ്റ് ഏതാന്ന് പറ. കളിക്കാനുള്ള സ്കിറ്റ് ഒരു പോലീസ് സ്റ്റേഷനും പിന്നെ ഒരു ഹോസ്പിറ്റലും. അത് പരിപാടി കഴിഞ്ഞ് പോണ സ്ഥലമല്ലേ? ഞാൻ സ്കിറ്റിന്റെ കാര്യമാണ് ചോദിച്ചത്. അല്ല അത് അങ്ങനെയല്ലെന്ന്. വെറൈറ്റി ആയിട്ട് പിടിച്ചു വെച്ചു. ഞാൻ കൊടുക്കാം. ഹലോ ഹലോ, എന്താ എത്ര ദിവസം ഈ ക്യാമ്പ് തുടങ്ങിയിട്ട് ഇത്? അതെ, ഈ തവണ നമ്മള് പക്ക വെറൈറ്റിയാ. ആണോ? അതായത് നമ്മള് സ്റ്റേജിൽ കളിക്കുന്നില്ല സ്കിറ്റ്. സ്റ്റേജ് വേണ്ടേ? അല്ല, സ്റ്റേജ് വേണം. നമ്മളൊരു കുടിയം വന്നിട്ട് ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്ത് അടിച്ചു പൊളിക്കും. എടാ 10-25 വർഷമായിട്ട് ഇത് തന്നെയല്ലേ കളിച്ചോണ്ടിരിക്കണത്. ഇതാണോ വെറൈറ്റി? റൂം എടുത്ത് വരുന്നുണ്ട്. എന്റെ അരി സാധനം തീർന്നല്ലാതെ ഒരു രക്ഷയില്ലല്ലോ ഇത്. അല്ല, നമുക്ക് റെഡിയാക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ നമ്മുടെ ഒരു സ്പോൺസർ അങ്ങോട്ട് വരുന്നുണ്ട്. ആണോ? അപ്പൊ അവരോട് ആ പരിപാടിയുടെ റൂട്ടും കാര്യങ്ങളും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ കേട്ടോ? എഴുതിക്കോണേടാ. ശരി ശരി. ഓക്കെ. എടാ, സ്പോൺസർ വണ്ടുന്ന അമേരിക്കയിൽ നമ്മുടെ പരിപാടിനെ പറ്റി അറിയാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോവാൻ. വല്ലാത്ത തലവേദന. ഒന്ന് കിടക്കട്ടെ. അതാണ് നല്ലത്. ഹായ് സ്റ്റെല്ല. വന്നോടനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്താ ഇഷ്ടമല്ലാന്ന്? അയ്യോ, ഇഷ്ടമല്ലെന്നല്ല, എന്റെ പേര് സ്റ്റെല്ല. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രൊഫഷണൽ ആയിട്ട് മ്യൂസിക് ഇറങ്ങിയോണ്ട് വലിയ വിദ്യാഭ്യാസമില്ല. മലയാളത്തിൽ പറഞ്ഞെങ്കിൽ. ഓ ഐ സി. പേരെന്താണെന്നാ ചോദിച്ചത്? പേര് എന്റെ പേര് രാജ് കലേഷ് കലൈപുരം. കേട്ടിട്ടില്ലേ? രണ്ടാമത് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ആദ്യം പറഞ്ഞത് കേട്ടിട്ടില്ല. കലൈപുരം രാജ് കലേഷ് കേട്ടിട്ടില്ല? രണ്ടാമത് പറഞ്ഞത് കേട്ടിട്ടില്ല, ആദ്യം പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അതിലൊക്കെ ഇപ്പൊ എന്തോ ഇരിക്കുന്നു. നമുക്ക് പിന്നെ അത് കാര്യമൊന്നുമില്ല. കാര്യം 10-20 വർഷമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ട്. ഈ കുടത്തിലോ? അത് കൊടുത്തില്ല. നമ്മൾ ഫീൽഡിലുണ്ടെന്ന്. ഇത് കലാ ഫീൽഡല്ലേ? ഓ, കലാ ഫീൽഡിലുണ്ട്. കിട്ടിയില്ല. മനസ്സിലായില്ലേ? അമേരിക്കയിലെ ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് 10 വർഷം കൊണ്ട് എന്റെ ഫാമിലി ആയിട്ട് ഞാൻ സെറ്റിൽഡ് ആണ്. അപ്പൊ അവിടുന്ന് വരുന്ന പ്രോഗ്രാം ഒക്കെ ഈ 10 വർഷം കൊണ്ട് എന്റെ ഹസ്ബൻഡ് ആണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ ഈ വർഷം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സ്പോൺസർ ചെയ്യുവാണ്. അതല്ല, എന്റെ ഭർത്താവ് ബിസിനസ് പരമായിട്ട് ഭയങ്കര ബിസിയാണ്. അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാം ഇപ്രാവശ്യം ബുക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. സന്തോഷം. നിങ്ങളെ വിധി. എന്താ? ഞങ്ങൾക്ക് ഞങ്ങളുടെ വിധി ഉണ്ടല്ലോ. അമേരിക്ക കാണാൻ ഒരു വിധി ഉണ്ടല്ലോ. ഓ, അല്ല, ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളോ? ഒറ്റയ്ക്കെന്ന് പറയുമ്പോ അമേരിക്കയിലെ പരിപാടിയല്ലേ? ഞാനാണ് ഇവിടെ മെയിൻ. ഞാനാണ് ഇവിടെ മെയിൻ. ഞാൻ മെയിൻ എന്ന് പറയുമ്പോ അറിയാലോ, ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് എല്ലാം നോക്കി നടത്തുന്നത്. 2-2.5 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ സാർ. ഞാൻ ഒറ്റയ്ക്ക് മതി. ഞാനാണ് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ മെയിൻ. ആണല്ലേ? നിന്റെ അച്ഛനാ? ഇതാരാ? ഇതാ ഈ സീസണിലെങ്കിലും ശരിയാവും നോക്കിയിട്ട് അടുത്ത വർഷം പറഞ്ഞുവിടാൻ നിൽക്കുന്ന ആർട്ടിസ്റ്റ്. അയ്യോ പാവം. ദുരൂഹത. എന്താ ദുരൂഹത? മനസ്സിലായില്ല. തുപ്പട്ടപ്പറമ്പിൽ രൂപേഷ് ഹരികുമാരൻ തമ്പി. അതിന്റെ ഷോർട്ട് ഫോം ആണ് ദുരൂഹത. മനസ്സിലായില്ല? സ്റ്റിൽ ഐ ലവ് യു. എന്താ? അതൊക്കെ എന്ത് കാര്യം എടുക്കണു? നോട്ടി അമേരിക്കക്കാരി. ഇഷ്ടപ്പെട്ടു. അതെ, ഞങ്ങൾ ഈ അമേരിക്കക്കാർക്ക് പറയുന്നത് കേട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അപ്പ കെട്ടിപ്പിടിക്കും. അതിനാവശ്യമില്ല, അവിടെ നിന്നാ മതി. അതെ, പാട്ട് പാടുമെന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും സത്യമാണോ? അല്ല, ഞാൻ പാടും. അവരങ്ങനെയൊക്കെ പറയും, ഞാൻ പാടും. ഞാൻ മൂളിയതാണ്. മൂളിയതാണോ? ഇഷ്ടപ്പെട്ടു. അതെ, ഒരു കാര്യം ചെയ്യട്ടെ, ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആരാ? നമ്മളെ മ്യൂസിക് ഡയറക്ടർ ഒരുപാട് പേരുണ്ട്. എന്നാലും എന്റെ മനസ്സിലുള്ളത് ശരത് സാറാ. ശരത് സാർ. അയ്യോ, മൈ ഫേവറേറ്റ്. ഞാൻ ഉറക്കം എഴുന്നേറ്റ പോലെ ആദ്യം കേൾക്കുന്ന ശരത് സാറിന്റെ പാട്ടാ. ഉറങ്ങുന്ന സമയത്ത് ശരത് സാറിന്റെ പാട്ടേ. എന്നാ സാറിന്റെ ഒരു പാട്ട് എനിക്ക് വേണ്ടി പാടിത്തരോ? ഒത്തിരി കമ്പോസിഷൻ ചെയ്തിട്ടുണ്ട്. എന്നാലും അതില് പവിത്രത്തിലെ ലാലേട്ടന്റെ കാളമയങ്ങി
കാളല്ലടാ പശു. എന്നടാ നിനക്ക് സംഗീതത്തിന്റെ ABC അറിയാമോ? സംഗീതത്തിലൂടെ ABCD സരിഗമ പതിനഞ്ചല്ലേ ഉള്ളൂ. നമ്മൾ അമേരിക്കയിലല്ലേ പോണേ? ആ. അവിടെ സംഗീതത്തിലെ സരിഗമ നിന്റെ അച്ഛൻ വന്ന് പാടുവാ. അവിടെ ഇംഗ്ലീഷാണ് ABCD. ABCD ആ ഈ ശരത് സാറിന്റെ എല്ലാ പാട്ടും ഇവിടെ ഉണ്ട്. ഇവിടെ ചേട്ടനപ്പോ പാടുവോ? പാടുവോന്നോ? ശരത് സാറിന്റെ മെയിൻ ആളല്ലേ ഞാൻ. എന്നോ ഒരു പാട്ട് പഠിക്കേ. ശരത് സാറിന്റെ പാട്ട് ഇന്നാ പിടിച്ചോ. ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു. അല്ല അതല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ അത്. ശരത്കാല മേഘം വന്ന് കുളിരൂഞ്ഞാലാട്ടിയത്. അയ്യോ അതും അല്ലെന്നേ. ശരത്തു പോയ കാലം കാറ്റിനക്കരെ. ഏത് പാട്ട ഈ പാടി വെച്ചേക്കണം ഒരു പിടിയില്ലത്. അല്ല ഇതെന്താ ഇങ്ങനെ? അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ശരത് സാറിനെ അറിയില്ല? എന്നെ പഠിപ്പിച്ച സാറിനെ എനിക്കറിഞ്ഞു. പഠിപ്പിച്ച സാറ്. അതെ. അതെ, നിങ്ങൾ ഈ അടിച്ചുപൊളി പാട്ട് പാടുന്നതിന് പകരമായിട്ട് ഒരു ക്ലാസിക്കൽ മ്യൂസിക് പാടാൻ പറ്റും. ഈ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ മ്യൂസിക്കാ? ഗംഗേ ശ്വാസവും കിട്ടാതെ തൊണ്ട പൊട്ടുന്ന അങ്ങനത്തെ സാധനം. അതെ, അങ്ങനെ സാധനം പാടണം. യവൻ പാടും. യവൻ പാടും ആ പാട്ട്. ഞാനും പാടില്ല. യവൻ പാടും. ഞാൻ പാടില്ലെന്ന്. ക്ലാസിക് യവൻ പാടും. നിനക്കെന്താ അവളെ കണ്ടപ്പോ തൊട്ട്? നീ തുടക്കം തൊട്ട് കൊച്ചോട് വന്നപ്പോ തൊട്ട് നിനക്ക് ഒരു അമേരിക്കക്കാരിയാണ്. അവളെ സോപ്പിട്ട് അവിടെ ചാടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മലയാളി നേഴ്സിനെ കണ്ടി ഞാൻ അന്തസ്സായിട്ട് ജീവിക്കും. അതാണ് എന്റെ ആഗ്രഹം. നീ അതിനൊക്കെ ഇടം കോലിടണം. എന്തിനാ ഞാൻ ഇവളെ ഇവിടുന്ന് ചാടിച്ച് നേരെ അമേരിക്കക്ക് പോകാനുള്ള പരിപാടിയാണ്. ക്ലാസിക്കൽ പാട്ട് യവൻ പാടും. ആര് പാടിയാലും ക്ലാസിക്കൽ മ്യൂസിക് പാടിയാൽ ഞാൻ കെട്ടിപ്പിടിച്ചു പോകും. ഗജമുഖനാദം സാന്ത്വന ഭാവം അപഗജബലയ നിഷാദം. നീ 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 അളിയ അളിയ നീ കാരണമാണ് അളിയ ഇപ്പൊ ഈ ഉമ്മ എനിക്ക് കിട്ടിയത്. ഞാൻ ക്ലാസിക്കലൊക്കെ പാടും കേട്ടോ. ആണോ? അതിന്റെ ആവശ്യമില്ല. എന്തിനാണ് വന്നേന്ന് മനസ്സിലായി. കുറച്ചും കൂടെ നീങ്ങി നിൽക്കാം. ക്ലാസിക്കലൊക്കെ എന്തിരിക്കുന്നു? ക്ലാസിക്കൽ എന്തിരിക്കുന്നു? ഞങ്ങൾ സ്കിറ്റ് കളിക്കും. സ്കിറ്റ് അല്ലല്ലോ പ്രധാനം. സ്റ്റാർ പറഞ്ഞ അവിടെ ഓക്കെ ആണോ? സ്റ്റാർ വേണമല്ലോ. സ്റ്റാർ വേണം. അതെ, മലയാളം വേണ്ട, തമിഴ് കിട്ടോ? തമിഴോ? അത് ഞാൻ പിടിച്ചു കയറും. വിജയ് സാറ്. അയ്യോ വിജയണ്ണനോ? ശ്രദ്ധ കേട്ടോളെ. നെഞ്ചിൽ കുടിയിരിക്കും കവാലിക്ക് കവം നെഞ്ചു കുടികൾ തുപ്പിക്കളാം. ഈ പുല അന്യ വീട് വില പറഞ്ഞു കേൾക്കൂല. ഇവിടെ അമേരിക്ക എത്തിയില്ല. നീ ഇവിടെ എന്താണ്? അല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പാസ്പോർട്ട് എന്ന് അയക്കണമെന്ന് പറഞ്ഞാൽ മതി. പാസ്പോർട്ട് എന്ന് അയക്കണമെന്ന് പറഞ്ഞു. എവിടെ പോവാൻ? അമേരിക്കയിൽ. അല്ല അമേരിക്കക്ക് പോണോ വേണ്ടെന്നൊക്കെ പിന്നെ തീരുമാനിക്കാലോ. നിങ്ങളുടെ ഏകദേശം ഒരു സെറ്റപ്പ് ഒക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ അമേരിക്കയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നല്ല രീതിക്കുള്ള പ്രോഗ്രാം കാണാനായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല ഗ്രൂപ്പിന് കൊടുത്ത് പ്രോഗ്രാം ചെയ്താൽ പോരെ. നിങ്ങൾ ഈ കോമാളി സെറ്റപ്പ് ഒന്നും അവിടെ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ തൊട്ട് സപ്പോർട്ട് ചെയ്യണ്ടല്ലോ. ഇത് എവിടം വരെ പോകുമെന്ന് ഞാൻ നോക്കുമായിരുന്നു. ആണോ? അതുകൊണ്ട് ബുദ്ധിമുട്ടിച്ചേല് ക്ഷമിക്കണം. എന്തായാലും ഓക്കെ, ബൈ. പെട്ടെന്ന് ഒന്ന് കാര്യം പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോയി. വളരെ ഈസി. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് സ്വപ്നം പറയില്ലേ. ആ വന്ന പരിപാടി ക്യാൻസൽ ചെയ്യണ്ട. ഇതിപ്പോ എന്റെ കാര്യത്തിലായ കുറ്റം. പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ മുതലാളിനെ വിളിച്ചേ. നമുക്ക് സ്കിറ്റ് ചെയ്ത് കൊടുക്കാം. സ്കിറ്റ് വേണ്ടി? സ്കിറ്റ് ചെയ്താലോ? എങ്ങനെ? അമ്മേ നാരായണ.